buddies, how are you? അപ്പോൾ എല്ലാവർക്കും ആൻഡ്രോയിഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾക്ക് എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ആനിമേഷൻ വീഡിയോ നിർമ്മിക്കാം എന്നാണ്. അപ്പോൾ നമ്മൾ കുറേ ആനിമേഷൻ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് ആദ്യം നമ്മൾ കാണുമ്പം ഇത് ഉണ്ടാക്കൽ ഭയങ്കര പണിയാണെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ആനിമേഷൻ വീഡിയോസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ടൊരു ആപ്പ് പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ്. നമ്മൾ ആൻഡ്രോയിഡിലും iOS-ലും ഉണ്ടാവും. അപ്പോൾ ഈ ആപ്പ് നിങ്ങൾ കയറ്റിയിട്ട് ഈ ആപ്പ് വഴി നിങ്ങൾക്ക് നല്ല നല്ല ആനിമേഷൻ വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് ക്ലിപ്പ് എന്നാണ്. അപ്പോൾ ഇതൊരു വളരെ പോപ്പുലറായ ഒരു ആപ്പ് തന്നെയാണ്. ഏകദേശം 1 കോടിയിലധികം ഡൗൺലോഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്തിട്ടും കയറ്റാം. അപ്പോൾ ഈ ഒരു ആപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഓക്കെ, സിമ്പിൾ യൂസർ ഇൻ്റർഫേസ് ആണ്. നമുക്ക് ഇത് നമ്മൾ സാധാരണയായിട്ട് വേറെ ആനിമേഷൻ ഉണ്ടാക്കാൻ ആപ്സിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ടഫാണ്. ഓക്കെ, അതിലത്തെ നമുക്ക് എന്തെല്ലോ സംഭവങ്ങളൊക്കെ നോക്കാനുണ്ട്. പക്ഷെ ഇത് വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലിപ്പ് ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ എക്സാമ്പിളായി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഫ്ലിപ്പ് ബുക്ക് കണ്ടിട്ടേ, അപ്പോൾ ഒരു ഫ്ലിപ്പ് ബുക്കിൽ നമ്മളിങ്ങനെ ഓരോ പേജിൽ ഓരോ പിക്ചർ വെച്ചിട്ട് ലാസ്റ്റ് നമ്മളിങ്ങനെ ഇതാക്കുമ്പോൾ നമ്മൾ ഭയങ്കര നല്ലൊരു വീഡിയോ പോലെ തന്നെ ആയി വരും, ഒരു ആനിമേഷനായി വരും. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡിജിറ്റൽ വേർഷനാണ് ഈ ഫ്ലിപ്പ് ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഫ്ലിപ്പ് ക്ലിപ്പിൽ നമ്മളിങ്ങനെ ഓരോ ഫ്രെയിംസും നമ്മളിങ്ങനെ വരച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു ആനിമേഷൻ വീഡിയോ ആക്കി മാറ്റാം. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ ബേസിക്സ് പറയുന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്ലിപ്പ് ക്ലിപ്പിൽ ആനിമേഷൻ വീഡിയോ ഉണ്ടാക്കുന്നതിന് മാസ്റ്റർ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറേ ട്യൂട്ടോറിയൽസ് ഉണ്ട്. ഓക്കെ, അപ്പം ക്ലാസ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ബേസിക്സ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ നമ്മൾ എന്തിനാ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നത്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവരും ഈ ഫ്ലിപ്പ് ക്ലിപ്പ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് കയറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയിട്ട് എന്തായാലും കയറ്റാം. ഫ്ലിപ്പ് ക്ലിപ്പ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അവർക്ക് കുറച്ച് പെർമിഷൻസൊക്കെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് പെർമിഷൻസൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൊരു പുതിയൊരു പ്രൊജക്റ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ താഴെ പ്ലസ് ബട്ടൺ കാണുന്നില്ലേ, അതൊന്ന് നിങ്ങൾ അമർത്താം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിൽ നമ്മൾ വരും. ആദ്യം പ്രൊജക്റ്റ് നെയിം കൊടുക്കണം. ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് ആൻഡ്രോയിഡ് എന്ന് പേര് കൊടുക്കുന്നു. ഇനി അടുത്തതാണ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കുറേ ബാക്ക്ഗ്രൗണ്ട്സ് ഇതിൽ കാണിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് എടുക്കാം. നിങ്ങൾക്ക് അത് ഗാലറിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇമേജ് വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കളർ സെലക്ട് ചെയ്യാം. ഈ റെഡ് ബാക്ക്ഗ്രൗണ്ടോ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടോ, അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്നു. ഇനി നമ്മൾ ക്യാൻവാസ് സൈസ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്, ടിക്ടോക്കിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്, ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു സൈസ് വേണ്ട. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിന് 1:1 ആണ്, യൂട്യൂബിന് 16:9 ആണ്. അപ്പോൾ എല്ലാത്തിനും ഒരു സൈസിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം ഏത് സൈസാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഫ്രെയിംസ് പെർ സെക്കൻഡ്. അപ്പം ഫ്രെയിംസ് പെർ സെക്കൻഡ് എന്താണെന്ന് പറഞ്ഞാൽ FPS എന്ന് പറഞ്ഞാൽ ഫ്രെയിംസ് പെർ സെക്കൻഡ്. അപ്പോൾ ഇപ്പം 12 FPS-ലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ 12 ഫ്രെയിം വരച്ച് കഴിഞ്ഞിട്ട് നമ്മൊന്ന് പ്ലേ ചെയ്യുമ്പോൾ 12 ഫ്രെയിം കൂടിയാൽ 1 സെക്കൻഡ് ആവുമല്ലോ. അപ്പം അതുകൊണ്ട് ഭയങ്കര പണിയാണ്. അപ്പം ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു 5 FPS-ലാക്കാം. ഓക്കെ, എന്നിട്ട് നമ്മളൊരു പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ പെന്നിൻ്റെ ഒരു ചിഹ്നം കാണുന്നില്ലേ, അപ്പോൾ ഈ പെന്നിൻ്റെ ചിഹ്നം അമർത്തിയിട്ട് നമ്മൾ ഈ പെന്നിനെ ഒന്നും കൂടി അമർത്താം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻസിലാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ്, മാർക്കർ, അത് നിങ്ങൾ ഇഷ്ടമുള്ളതാക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ കട്ടി കൂട്ടണമെങ്കിൽ കട്ടി കൂട്ടാം, കട്ടി കുറക്കണമെങ്കിൽ കട്ടി കുറക്കാം, പിന്നെ കളർ മാറ്റാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. എന്നിട്ട് നമുക്കിതാ ഇവിടെ ഇങ്ങനെ സർക്കിൾ ഇങ്ങനെ വരക്കാം. ഓക്കെ, എന്തെങ്കിലും നമുക്കൊരു ആനിമേഷൻ ഉണ്ടാക്കാം. വേണമെങ്കിൽ നമുക്കൊരു മനുഷ്യനെ വെച്ച് ഇങ്ങനെ നടക്കുന്ന പോലെ ആക്കാം. നിങ്ങൾ ഇഷ്ടമുള്ള ആനിമേഷൻ ആക്കാം. ഇപ്പം നമുക്കിപ്പോൾ സർക്കിളൊക്കെ വരക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ വരുന്നില്ല. അല്ലെങ്കിൽ ഇതാ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്കെയിലൊരു കാണുന്നില്ലേ. ഓക്കെ സാർ, ഇവിടെയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു സ്കെയിലിൽ ഇത് കാണുന്നില്ലേ, അതൊന്ന് നിങ്ങൾ അമർത്താം. എന്നിട്ട് ഇതാ ഇവിടെ സർക്കിളിന് കൊടുക്കാം. എന്നിട്ട് ഇതാ നമ്മൾ ആദ്യം ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരക്കാം. എന്നിട്ട് അടുത്ത ഫ്രെയിം ഉണ്ടാക്കാം. എന്നിട്ട് നമ്മൾ ഓക്കെ, ഇതിനെ പിടിച്ചിട്ട് കുറച്ച് താഴോട്ടേക്ക് ആക്കിയിട്ട് അടുത്ത ബോൾ വരക്കാം. എന്നിട്ട് നമ്മൾ അടുത്തതാക്കാം. ഓക്കെ, ഇങ്ങനെ ഇതുപോലെ ആക്കാം. ഇനി നമ്മളിത് അടുത്തതുപോലെ ആക്കാം. അപ്പം എന്നിട്ട് നമ്മളിങ്ങനെ ഇതുപോലെ ഓരോ ഫ്രെയിംസും നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നമുക്കിങ്ങനെ നല്ല രീതിയിൽ ഒരു ആനിമേഷൻ വീഡിയോസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത് ഇത് ഞാൻ ഭയങ്കര പ്രൊഫഷണലായിട്ട് മാസ്റ്ററായിട്ട് ക്ലാസ് എടുക്കുന്നതല്ല. ഓക്കെ, ഞാൻ അതിൻ്റെ ബേസിക്സ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ആനിമേഷൻ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആനിമേഷൻ വീഡിയോ കാണിച്ചു തരണമെന്നുണ്ട്. അപ്പോൾ ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം ഏതെങ്കിലും ഒരു ആഡ് വന്ന് തീരും. പിന്നെ അത് വീഡിയോക്ക് ഡിസ്റ്റർബൻസ് ആവാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പ്ലേ ചെയ്യാത്തത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ
നമ്മൾ ആനിമേഷൻ വീഡിയോസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഫ്ലിപ്പ് ക്ലിപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് എന്തായാലും ട്രൈ ചെയ്യണം. വളരെ നല്ലൊരു ആപ്പാണ്. ഓക്കെ, സോ നല്ലൊരു ക്രിയേറ്റിവിറ്റി ലെവലൊക്കെ വളരെ യൂസ്ഫുൾ ആപ്പ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മൾ ആനിമേഷൻ വീഡിയോസ് ഉണ്ടാക്കാം. സോ ഇനിയും ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഈ ഫ്ലിപ്പ് ക്ലിപ്പിൽ നമുക്ക് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യലും അതൊക്കെ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ പാർട്ട് 2 ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കുറേ ട്യൂട്ടോറിയൽ ഉണ്ടാവും. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് വെറും ഒരു ബേസിക്സ് മാത്രമാണ് ഷെയർ ചെയ്തത്. സോ ബഡീസ്, അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ മൊബൈൽ ഫോണിൽ നമുക്ക് ആനിമേഷൻ വീഡിയോ ഉണ്ടാക്കൽ. അപ്പോൾ ഇന്ന് ഞാൻ ഫ്ലിപ്പ് ക്ലിപ്പിലൊരു ചെറുങ്ങനെ ഒരു ബേസിക്സ് മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്ലിപ്പ് ക്ലിപ്പിൻ്റെ കുറേ ആനിമേഷൻ ക്ലാസ്സസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കുറേ ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ പോയി സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണം കാണാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഇറ്റ്സ് മീ ശ്യാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.